സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട ഒരു അടിമയായി ജീവിതം മുന്നോട്ട് ക്രമീകരിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവൻ്റെ ഏറ്റവും നല്ല ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത്, നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് വളരെ ഗൗരവമായി നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ നമസ്കരിക്കുന്നത് അവർ കാണുന്നുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കേൾക്കുന്നുണ്ടാവും. നമ്മൾ പള്ളിയിൽ വരുന്ന, ജുമാക്ക് വരുന്നൊക്കെ അവർ കാണും. ഒരുപക്ഷെ നമ്മൾ ദാനം ചെയ്യുന്നത് പോലും പലരും അറിയുന്നുണ്ടാവും. നമ്മുടെ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും അവർ കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെയൊന്നുമല്ലാതെ ഒരു ഭാഗത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ ഇത്രകാലമുള്ള നിങ്ങളുടെ ഭാര്യ അറിയാത്ത നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നന്മ, നിങ്ങളുടെ മക്കൾക്കറിയാത്ത ഒരു നന്മ, എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ, അത്തരമൊരു നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്, ആ നന്മയുടെ അടയാളങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറികളിൽ ഉണ്ടാകണമെന്നില്ല. വാട്സപ്പ് സ്റ്റാറ്റസിലോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലോ ഒന്നും നമ്മൾ ആരെയും അറിയിക്കാത്ത, ഒരു ഫോട്ടോഗ്രാഫിയും ഇല്ലാത്ത, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാത്ത, ഒരു കയ്യടിയും കിട്ടാത്ത, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു അമൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ആളുകൾ കാണുന്ന സമയത്ത് നന്മകൾ ചെയ്യാൻ എല്ലാവർക്കും സാധ്യമാണ്, എളുപ്പമാണ്. പക്ഷെ ആരും കാണാത്ത സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഒരു വിജയത്തിന് കാരണമാകൽ. അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ പരീക്ഷണമായിട്ടും വരൽ. നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചല്ല, ആരും കാണാത്ത നമ്മുടെ ഉള്ളിലുള്ള നമ്മുടേതായൊരു ജീവിതത്തെക്കുറിച്ചാണ്. കാരണം ജനങ്ങൾ പുറമറിയും, അള്ളാഹു നോക്കുന്നത് അകത്തേക്കാണ്, നമ്മുടെ ഉള്ളിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ സൂക്ഷിച്ചു വെച്ച, ഒരാളുടെയും അരികിൽ ആരും അറിയരുത് എന്ന് നമ്മൾ പിടിവാശി കാണിക്കുന്ന കർമ്മങ്ങൾ എത്രയുണ്ട്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾക്ക് ഈ ഖുതുബ കൊണ്ട് കിട്ടേണ്ടത്. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നിശബ്ദമായ രോഗം നമ്മളെയൊക്കെ പിടികൂടുന്നുണ്ട്. ആ രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്താലും അത് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അത് സ്റ്റാറ്റസ് ഇടുന്നൊരു ലോകത്താണ് നമ്മളുള്ളത്. നമ്മൾ നമ്മുടേതായൊരു മാനസികമായ ഉല്ലാസത്തിന് യാത്ര പോയാൽ പോലും അതും ആളുകളെ കാണിക്കണമെന്ന ഒരു പ്രഹസന രീതികൾ കൊണ്ടു നടക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണേ. ഒരു ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ പോലും ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഈ കൂട്ടായ്മ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ പാർട്ടി ഇത് ചെയ്തിട്ടുണ്ട് എന്ന് നാലാൾ അറിയിക്കണം എന്ന പ്രവണത മാത്രമാണ് പലതിനും നമ്മളെ വലിയ രൂപത്തിൽ പിന്തുണക്കുന്ന ഒരു മാനസികമായ ഘടകം. ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ പോലും അതിൻ്റെ തെളിവായി വീഡിയോകൾ വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഓഡിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. അത് വലിയ അപകടം ഇതിനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിയൻസ് ആരാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണം ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നൽ ഇഖ്ലാസ ലില്ലാഹി തആല ഹുവ അസാസു കുല്ലു അമലിൻ വഅയതു കുല്ലു മുരീദ്. തീർച്ചയായിട്ടും ഇഖ്ലാസ്, അള്ളാഹുവിനുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും പരമമായ ലക്ഷ്യവും ഇഖ്ലാസ് ഉണ്ടാകലാണ്.
ഒരാൾ ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന് പ്രതിഫലം കിട്ടൂല. ഒരാള് ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന് പ്രതിഫലം ഉണ്ടാവില്ല. ഒരാള് ഇഖ്ലാസ് ഇല്ലാതെ സ്വതക്ക ചെയ്തതിന് മൂല്യം ഉണ്ടാവില്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനിത് അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നെന്ന് പറയൽ മാത്രമല്ല, മറിച്ച് ലിമൻ അമൽ, ഞാൻ ഇത് ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, മൻ അർജു, ഞാൻ ആരുടെ പ്രതിഫലം ആഗ്രഹിക്കുന്നു, മൻ അഖാഫ്, ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരം നമ്മുടെ ഹൃദയം നൽകുന്ന ഒരു രീതിക്കാണ് ഇഖ്ലാസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ നമസ്കാരം മനോഹരമാകണം. ആരും പ്രശംസിക്കുന്നില്ലെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്ന രീതി തുടർന്നുകൊണ്ടേയിരിക്കണം. ആരും നന്ദി പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കൽ. പഠനം വിശദീകരിച്ച പോലെ അൽ മുഖ്ലിസു ലാ യതഅയ്യറു അമലുഹു ബിതഅയ്യുരി നാദിരീൻ. മുഖ്ലിസുള്ള ഇഖ്ലാസുള്ള മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയെ കാണുന്ന ആളുകൾ മാറുന്നതനുസരിച്ച് മാറ്റൂല. ആളുകൾക്കനുസരിച്ച് പ്രവർത്തനത്തെ മാറ്റുകയില്ല മുഖ്ലിസ്. മറിച്ച് ലിഅന്നഹു ഖൽബുഹു മുഅല്ലഖുൻ, അവന്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടത് ബിനളരില്ല, അള്ളാഹുവിന്റെ നോട്ടത്തിലേക്കാണ്. ലാ ബിനളരിന്നാസ്, ജനങ്ങളെ കാണുന്നു, ആളുകളെ കാണുന്നു എന്നത് അയാളെക്കുറിച്ച് അയാളത് ബോധേഡാകുന്നു, അതിനെക്കുറിച്ച് അയാൾ ആകുലപ്പെടുന്ന വിഷയമേ അല്ല. ഇതാര് കണ്ടിട്ടില്ലെങ്കിലും ഒരാൾ കാണുന്നു എന്ന ഒരൊറ്റ ഇന്ധനമാണ് അയാൾക്ക് ഏതു നന്മകൾക്കും ഉണ്ടാകുന്ന പ്രചോദനം എന്ന് പറയുന്നത്. ഖുർആൻ നമ്മളെ മനോഹരമായി പഠിപ്പിക്കുന്ന ഒരു രഹസ്യമായ നന്മയുണ്ട്. നിങ്ങൾ ദാനങ്ങൾ പരസ്യമാക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. നമ്മൾ ദാനധർമ്മം ചെയ്യുന്നത് ഞാൻ ആൾക്കാർ അറിഞ്ഞു, നമ്മളെ അറിയിക്കാൻ വിചാരിച്ചിട്ട് പക്ഷെ അറിഞ്ഞു, അത് പ്രശ്നമല്ല. ഖുർആൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ദരിദ്രർക്ക് രഹസ്യമാക്കി നൽകുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അത് നിങ്ങളുടെ ചില പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു പരസ്യമായി ദാനം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അതിനേക്കാളും ഒരു സൗന്ദര്യം നമ്മൾ രഹസ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കുണ്ട് എന്ന് മനോഹരമായിട്ട് പഠിപ്പിച്ചു. നമ്മൾ ഒറ്റക്കൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ റിയാ വരാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ടാണ് ഈ സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ നമ്മൾ പരമാവധി വീട്ടിൽ നിന്ന് നിർവഹിക്കണം എന്ന് പറയണേ. പള്ളിയിൽ നിന്ന്, വീടിന്റെ അടുത്താണ് പള്ളി, നമ്മൾ ജമാഅത്തായിട്ട് വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്തിന് വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മുടെ സുന്നത്തായ നമസ്കാരം വീട്ടിൽ സൊല്ലു അയ്യുഹന്ന ശ്രീ ബുയൂത്തിക്കും വലാ തത്തഖിദുഹാ ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ സുന്നത്തായ നമസ്കാരം വീട്ടിൽ നിർവഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാൻ ആക്കരുത് പഠിപ്പിക്കുന്നത് മദീന പള്ളിയിൽ നിന്നാണ്. ഒരു വക്ത് ജമാഅത്തിന് 1000 പ്രതിഫലം, 1000 ഇരട്ടി പ്രതിഫലമുള്ളൊരു പള്ളിയിൽ നിന്ന് റസൂൽ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ഏറ്റവും പുണ്യം വീടാണ്. അത് 2 ഭാഗമാണ്. ഒന്ന്, നമ്മുടെ വീടുകൾക്ക് ഈമാനികമായ ഊർജം ഉണ്ടാകും, ജീവൻ ഉണ്ടാകും. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഞാൻ സുന്നത്തസ്കാരക്കാരനാണ് എന്ന് ആളുകൾക്ക് പറയാൻ ഒരു സ്കോപ്പ്, ഒരു സാധ്യത നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കലാണ്. ഇതാണ് ഇഖ്ലാസ് ഉണ്ടാകുന്ന മനസ്സെന്ന് പറയണേ. റസൂൽ അങ്ങനെ 7 വിഭാഗം ആളുകൾക്ക് നാളെ യൗമൽ ഇല്ലാ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു തണൽ വിരിക്കുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വലതുകൈ കൊടുക്കുന്ന ഇടതുകൈ അറിയാത്ത വിധം വളരെ രഹസ്യമാക്കി ചെയ്യുന്ന ദാനധർമ്മം നിർവഹിക്കുന്ന മനുഷ്യർ ആ 7 വിഭാഗത്തിൽ ഒന്നാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരും അറിയരുത് എന്നൊരു ചിന്താഗതി അയാൾക്ക് ഉണ്ടാകുന്നല്ല. ഇതാരെങ്കിലും അറിയണമെന്നൊരാവശ്യം തന്നെ അയാൾക്ക് ഉണ്ടാവില്ല. ഇതൊരു മനുഷ്യൻ അറിയണ്ട, ഞാൻ ചെയ്തത്, ഞാൻ കൊടുത്തത്, ഞാൻ നിർവഹിച്ചത്, ഞാൻ പ്രവർത്തിച്ചത് ഇതൊരാളും അറിയണ്ട, അതെനിക്ക് വിഷയമേ അല്ല. മറിച്ച് അള്ളാഹു ഇതറിയുന്നു എന്ന തിരിച്ചറിവ് മാത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകുന്ന സമയം സുബൈ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ജമാഅത്ത് കഴിഞ്ഞ് വേഗം എണീറ്റ് പോവുകയാണ്. അപ്പൊ അത് സ്ഥിരമായിട്ട് തുടരുമ്പോൾ സ്വഹാബാക്കൾക്ക് സംശയം, എവിടേക്കാണ് ഖലീഫയുടെ യാത്ര? ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ പിന്തുടർന്നു. ഒരു അബൂബക്കറിന്റെ വീട്ടിൽ കയറി, അല്പം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഉമർലാന് പെട്ടെന്ന് ആ പിറകെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കണ്ണു കാണാത്തൊരു വൃദ്ധയുണ്ട്. കണ്ണു കാണാത്തൊരു വൃദ്ധയോട് ചോദിക്കുക, ഇവിടെ ആരാണ് വന്നത്? അയാൾ എന്താ നിങ്ങൾക്ക് ചെയ്ത്? അയാൾ എവിടേക്കാ പോയത്? ഈ വൃദ്ധക്ക് ഇത് വന്നത് ആരാണ് എന്ന് പോലും അറിയില്ല. ആ വൃദ്ധ കൊടുക്കുന്ന മറുപടി, അയാളുടെ പേര് എനിക്കറിയില്ല, അയാൾ ആരാണ് എന്ന് എനിക്കറിയില്ല, അയാൾ ദിവസവും എൻ്റെ വീട്ടിൽ വരും, ഞാൻ മൂത്രിച്ചതും ഞാൻ കാട്ടിച്ചതും ഒക്കെ വൃത്തിയാക്കും,
എനിക്ക് ഭക്ഷണം തരും, ആ മനുഷ്യൻ കടന്നു പോകും. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോഴും ഞാൻ പടച്ചവന്റെ മുമ്പിൽ കേവലം അടിമ മാത്രമാണ് എന്ന ബോധ്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കൊണ്ടുനടന്ന മനോഹരമായൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ആരും അറിയരുത്, ഞാൻ മാത്രം അറിയണം. അബൂബക്കർ സിദ്ദീഖ് തന്നെ മരണപ്പെട്ടതിന് ശേഷം ആ വൃദ്ധയുടെ കാര്യം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെയും പ്രശംസയിലേക്ക് ഇട്ടുകൊടുക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. നമ്മുടേത് മാത്രമായി രഹസ്യമായി സീക്രട്ടായി നമ്മൾ വെച്ച ഒരു നിക്ഷേപമായി നമ്മൾക്ക് എന്തുണ്ട്? നമ്മുടെ ബാങ്കിലൊക്കെ എത്ര പണമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയും. അവനാന്റെ പണം അവനെന്നെ അറിയും. നമ്മുടെ വീട്ടിൽ എത്ര സ്വർണ്ണമുണ്ട് നമുക്കറിയും. നമ്മുടെ മൊബൈലിന്റെ ഗാലറി നോക്കിയാൽ എത്ര ഫോട്ടോ ഉണ്ടെന്ന് പോലും നമുക്ക് കണക്കൂട്ടാൻ കഴിയും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ രഹസ്യമായ നിക്ഷേപത്തിന്റെ അക്കൗണ്ട് തുറന്നാൽ അതിലെന്തല്ലേ? മനുഷ്യന്മാരാരും കാണാത്ത, മനുഷ്യരാരും അറിയാത്ത, മനുഷ്യരെ കയ്യടികൾ പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അമലുകൾ എടുത്തു നോക്കിയാൽ എത്ര ഉണ്ടാവും? അത് വളരെ ഗൗരവമായി, വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. ആരും അറിയാതെ നമ്മൾ ചെയ്തൊരു സ്വതക്ക, ആരും അറിയാതെ ഒരാളുടെ കടം നമ്മൾ തീർത്തു കൊടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് എങ്ങനെയാണോ പറ്റുക അത് ചെയ്താൽ മതി. അള്ളാഹു നമ്മളോട് അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തുള്ളവൻ നോക്കിയാണ്ട് അയാൾ അത്ര കൊടുക്കണം, ഇയാൾ ഇത്ര ചെയ്യണം ഒന്നും പടച്ചോൻ പറഞ്ഞില്ല. വബ്തഈ, നിങ്ങൾ പരിശ്രമിക്കണം. വബ്തഈ ബിമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, ആതാക നിനക്ക് തന്നതുകൊണ്ട് പരിശ്രമിച്ചാൽ മതി എന്നാ പടച്ചോൻ പറഞ്ഞേ. അയാൾക്ക് എത്ര കൊടുത്തു, ഇയാൾ എത്ര, ഒന്നും നോക്കണ്ട. അള്ളാഹു നമ്മൾക്ക് എന്തു തന്നു ഇതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അയാൾ കുറേ ദാനം ചെയ്യണ്ടി, നമുക്ക് കഴിയൂല, നമുക്ക് എന്താ പറ്റുക അത് കൊടുക്കുക. എന്നെ കൊണ്ട് ആകെ പറ്റുക ഞാൻ കുറച്ച് വേണമെങ്കിൽ സഹായിക്കാം, എനിക്ക് അതേ കഴിയുള്ളൂ, എങ്കിൽ അത് മതി. ഒരാൾക്ക് അയാളുടെ സമയം തരാനില്ല, വേണമെങ്കിൽ സമ്പത്ത് തരാം, സമ്പത്ത് കൊടുക്കി. ഒരാൾക്ക് അയാളുടെ അറിവാണ് നൽകാൻ, എന്നാൽ അറിവ് കൊടുക്കി. നിങ്ങൾക്ക് ആകെ പറ്റുക ഒന്ന് സംഘാടനം പറ്റും, എന്നാൽ സംഘാടനം കൊടുക്കി. എന്താണോ പടച്ചോന്റെ മാർഗത്തിൽ നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റുക അത് മാത്രമേ പടച്ചോൻ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു തന്നീന്ന് ചെയ്താൽ മതി എന്ന് മാത്രമേ പടച്ചോൻ പറഞ്ഞേ. രാത്രിയുടെ നിശബ്ദതയിൽ ആരും അറിയാതെ നമ്മൾ എഴുന്നേറ്റു 2 റക്അത്ത് നമസ്കരിച്ച് പടച്ചോന് മുമ്പിൽ കരഞ്ഞത് നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. ഉമ്മാക്കും ബാപ്പാക്കൊക്കെ വേണ്ടി നമ്മൾ അവര് പോലും അറിയാതെ പ്രാർത്ഥിച്ചത് നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. ഒരാളെ കുറിച്ച് മോശമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടും വേണ്ട, ഞാൻ കാരണം ഒരാളുടെ അഭിമാനം ചീന്തപ്പെടണ്ട എന്ന താല്പര്യത്തോടെ ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചത് നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. ആരും അറിയാതെ ഒരു കുടുംബത്തിന് നമ്മൾ ചെയ്തു കൊടുത്ത സഹായം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആരും അറിയാതെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. നമ്മുടെ കവിലൂടെ പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് വിതുമ്പിപ്പൊട്ടി കരഞ്ഞ കണ്ണുനീർ പാടുകൾ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. കാരണം ഇതിന് നമ്മൾക്ക് നൽകേണ്ട ഏക മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു കാണുന്നു എന്നുള്ളത് മാത്രമാകണം, വേറെ ഒന്നുമല്ല. തെറ്റിന്റെ എല്ലാ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ പോലും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും അക്കൗണ്ടിലും രേഖപ്പെടുത്തപ്പെടാത്ത രൂപത്തിൽ, എവിടെയും അറിയാത്ത രൂപത്തിൽ അള്ളാഹു അറിയുന്നു എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രം നമ്മൾ ചെയ്ത നന്മകളും വിട്ടുന്ന തിന്മകളും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം. ഇതാരും അറിയണമെന്നില്ല, ആരും കണ്ടിട്ടില്ലെങ്കിലും ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ കണക്ക് പുസ്തകത്തിൽ ഇത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആത്മാർത്ഥമായൊരു സമീപനം മാത്രം നമുക്ക് മതി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും മനോഹരമായൊരു നന്മ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോഴും ചെയ്യാതെക്കലാണ്. വളരെ ശക്തമായി നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ആളുകൾ ആരും നമ്മളെ കാണൂല. ഒരു മനുഷ്യന് തിന്മ ചെയ്യാൻ എല്ലാ പരിപൂർണമായ അവസരങ്ങളും കിട്ടും, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകും, ആരും തടയൂല. CCTV ഇല്ല, നാടല്ല, ഒരാളും സാക്ഷ്യം പറയാനില്ല, ആരും ചോദിക്കാനില്ല, ആരും അറിയില്ല. പക്ഷെ ആ സമയമുള്ളിൽ ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ, രഹസ്യമായതും പരസ്യമായതും അറിയുന്ന ഒരു പടച്ചോൻ എനിക്കുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവിൻ്റെ ഉള്ളിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ, ഇന്നി അഖാഫുല്ല, ഞാൻ പടച്ചോനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനാരും കൈയടിക്കാൻ ഉണ്ടാവില്ല, ആരും നമ്മളെ പ്രശംസിക്കാണ്ടാവില്ല. പക്ഷേ അത് പടച്ചോന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന ഒരൊറ്റ സന്തോഷം മാത്രം നമ്മുടെ ഉള്ളിലുണ്ടാകണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ആ സമയത്തൊരു സ്ത്രീ എല്ലാ സമീപനങ്ങളും എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ്. ഒരാളും വന്ന് എതിർക്കൂല. രാജ്യത്തിന്റെ രാജ്ഞിയാണ്,
എല്ലാം അനുകൂലമായി നിൽക്കുന്ന സമയത്തും അള്ളാഹുവിൽ അഭയമെന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും കാണുന്നില്ല എന്നൊരു വർത്തമാനം ഒരു മുസ്ലിമിന്റെ ഭാഷയാകാൻ പാടില്ല. നമ്മൾ കുട്ടികളോട് പറയും, ആരും കാണുന്നില്ലെങ്കിലും തെറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടെ മുകളിലേക്ക് എത്തണം. ആ മുകളിലെ ലെവൽ എന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ല എന്ന് നിനക്ക് പ്രശ്നമല്ല, അള്ളാഹു കാണുന്നുണ്ട്. ഈ ലെവൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് പടച്ചോൻ നമ്മോട് ചോദിക്കുന്ന ഗൗരവപ്പെട്ട ചിന്ത ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെയുള്ള മനുഷ്യരെ സഹായിക്കാൻ നമ്മൾക്കുണ്ടാകേണ്ട ഊർജം അത് മതി, വേറെ ആരും അറിയണ്ട. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ച് ആലോചിക്കണം. എത്രയോ മനുഷ്യർ ദുരിതത്തിലാണ്. മദീനയുടെ തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സമ്പത്ത് എത്തിച്ചു കൊടുത്ത, ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ ലോകത്ത് വിട പറയുന്നത് വരെ ആ നന്മ ആരാണെന്ന് ആരും അറിഞ്ഞില്ല. മക്കളറിയാത്ത, ഭാര്യ അറിയാത്തൊരു നന്മയെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ പട്ടിണി കാരണം വിതുമ്പിപ്പൊട്ടി കരയാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചത് സ്വന്തം അയൽവാസിയായിരുന്നു ആ മനുഷ്യന്മാര് പോലും തിരിച്ചറിഞ്ഞ്. നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഞാനാണ് ചെയ്തതെന്ന് അറിയിക്കണം എന്നൊക്കെ ചെയ്യുന്ന കുറെ കാലഘട്ടം. ഒരു പിരിവ് കൊടുത്ത റെസിപ്റ്റിൽ പേര് വേണം, ബുക്കിൽ പേരില്ലെങ്കിൽ അതിനെ കച്ചറുണ്ടാക്കുന്ന കുറെ മനുഷ്യർ. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ആരും അറിയരുത്. മരിച്ചു കഴിഞ്ഞാൽ അയാളായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞോട്ടെ, അതുവരെ അറിയണ്ട. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്ത സ്വതക്കകൾ ചിലപ്പോൾ ആളുകൾ മറക്കും, വേണ്ട നമ്മൾ തന്നെ മറക്കും. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടേ, കൂടെ നടന്ന മനുഷ്യർ ചിലപ്പോൾ നമ്മളെ വെറുക്കും. നമ്മളൊരു മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ട് അയാളുടെ നിസ്സഹായതയും കരച്ചിലും കണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് കൊടുത്തത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയിണ്ടാവും. പക്ഷെ അതേ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷന് പോലും നമ്മളെ വിളിച്ചില്ല എന്ന് വരാം. അയാൾ ചിലപ്പോൾ നാളെ നമ്മുടെ ശത്രുവായി മാറാം. നമ്മളെ കുറിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തിയ കൂട്ടത്തിൽ ആ മനുഷ്യൻ മുന്നിലുണ്ടായി എന്ന് വരാം. ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും അയാൾ ഇങ്ങനെ എന്നോട് ചെയ്തോ എന്ന പരിഭവങ്ങൾ നമ്മളെ പിടികൂടും. നമ്മളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വർത്തമാനം, ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. നമ്മളെ കുറിച്ച് മാത്രം ആലോചിക്കുക. എല്ലാം തന്ന റബ്ബിനോട് നമ്മളൊക്കെ നന്ദിയുള്ളവനാണോ? നല്ലത് കാണാൻ തന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നൊക്കെയും നന്മയാണ് എന്ന് പറയാൻ ആർക്കാണ് ഗ്യാരണ്ടി ഉള്ളത്? എങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദികേട് കാണിക്കുന്നുണ്ട് എങ്കിൽ ആ നന്ദികേട് കാണിക്കുന്ന മനുഷ്യരാണ് കൂടെയുള്ളത്. നമ്മൾ ആരെയൊക്കെ സഹായിച്ചാലും ഒരു പക്ഷേ അവരൊക്കെയും നമ്മളെ തിരിഞ്ഞു കൊത്തിയെന്ന് വരാം. പക്ഷെ അതൊന്നും നമ്മുടെ ഉള്ളിൽ ഞാൻ ഇനി ഒരാൾക്കും നന്മ ചെയ്യൂല എന്ന ചിന്താഗതികൾക്കുള്ള ഒരു കാരണമാക്കി മാറ്റരുത്. ഒരു പക്ഷെ നമ്മൾ ചെയ്തു കൊടുത്ത നന്മകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം. നമ്മുടെ മൊബൈലിലേക്ക് വന്ന കുറെ കരയുന്ന മനുഷ്യന്റെ വീഡിയോകൾക്ക് മുമ്പിൽ നമ്മുടെ ഗൂഗിൾ പേ തുറന്ന് നമ്മൾ അയച്ചു കൊടുത്ത പണത്തിന്റെ സംഖ്യകളെ കുറിച്ച് നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. നമ്മളിങ്ങനെ കാർ ഒഴിച്ചു പോകുമ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്ത് ചളി ധരിക്കാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു സൂക്ഷ്മത പോലും അള്ളാഹു രേഖപ്പെടുത്തും. നമ്മളൊരു മനുഷ്യനെ സഹായിക്കുന്ന സഹായങ്ങൾ പോലും അള്ളാഹു രേഖപ്പെടുത്തും. നമ്മൾ ചിലപ്പോൾ എല്ലാം മറന്നുപോയാലും വമാ കാന റബ്ബുക നസിയ, അള്ളാഹു ഒന്നിനെ കുറിച്ചും മറക്കൂല. നമ്മൾ ചില മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചത്, ഉറക്കമൊഴിച്ചുകൊണ്ട് അന്വേഷിച്ചത്, ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തത്, നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ സഹായത്തിനുള്ള നേതൃത്വം നിർവഹിച്ചത്. അല്ലാഹു പറഞ്ഞ വാക്ക്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹുവിങ്കൽ കണ്ടെത്തും. ഒക്കെ അവിടെ എത്തുമ്പോൾ കാണും. നമ്മൾ മറന്നുപോയാലും അള്ളാഹു നമ്മൾക്ക് വേണ്ടി എല്ലാം മനോഹരമായി അത് ശേഖരിച്ച് നമ്മുടേതായ അക്കൗണ്ടുകളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. ഒരു ദിവസം നമ്മുടെ ഫോൺ നിശബ്ദമാകും, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മറ്റുള്ളവരുടെ കൈകളിലാകും, നമ്മുടെ വീട് മറ്റൊരാളുടെ കൂടെയാകും, നമ്മുടെ കാറിന്റെ താക്കോല് വേറെ മനുഷ്യരെടുക്കും, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ മറ്റുള്ളവർ ഓർക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ വരാൻ പോകുന്നത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. അന്ന് ആരും ഓനെത്ര ഫോളോവേഴ്സ് ഉണ്ടായി ചോദിക്കൂല, ഓനെ വാപ്പിയമ്മയൊക്കെ എങ്ങനെ ചോദിക്കൂല. അയാൾ എന്തു ചെയ്തു എന്ന് മാത്രം ചോദിക്കും. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മാത്രം ചോദിക്കുക. മരണം ഒരാളെയും വിശുദ്ധനാക്കൂല എന്നുള്ള ബോധ്യം നന്നായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആൾക്കാരെ പറ്റി ചിന്ന് തരാ, നാളെ തരാ, കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത സ്വഭാവത്തോടെ മരിച്ചുപോയാൽ നമ്മളെപ്പറ്റി ആൾക്കാർ പുകഴ്ത്തിയോണ്ട് കബറിൽ രക്ഷപ്പെടൂല എന്നുള്ള ബോധ്യം ഉണ്ടാകണം.
ലഹരി ഉപയോഗിച്ചും തോന്നിവാസം ചെയ്തും മരണപ്പെട്ട് ആത്മഹത്യ ചെയ്താലും ക്യാൻസർ വന്ന് ആ രൂപത്തിൽ അള്ളാഹ് വെറുക്കുന്ന രൂപത്തിൽ മരിച്ചുപോയാൽ ആ മരണം കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുന്ന തിരിച്ചറിവുണ്ടാകണം. ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ ഖബറിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സമ്പാദ്യം, നമ്മുടെ മയ്യത്താണ് മന്ത്രി വന്നോ MLA വന്നോ 10,000-കണക്കിന് ആൾക്കാർ വന്നോ എന്നല്ല, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കർമ്മ പുസ്തകത്തിൽ എന്തുണ്ട് എന്ന ചോദ്യം വളരെ ഗൗരവമായി നമ്മൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മറുപടി പറയണം. നമ്മൾ സ്വയം നമ്മോട് ചോദിക്കുക, ആരും അറിയാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ഞാൻ ചെയ്ത കർമ്മങ്ങൾ ചെയ്ത് എത്ര ഉണ്ടാകും എന്നുള്ളത്. ആരും കാണാത്ത സമയത്ത് ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്നത്, ആരും പ്രശംസിക്കാത്ത സമയത്തും എനിക്ക് നന്മ ചെയ്യാൻ, നന്മ തുടരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആരും നന്ദി പറയാത്തപ്പോഴും ഞാനൊരു മനുഷ്യനെ സഹായിക്കുമോ എന്ന് ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനും എനിക്കും മാത്രം അറിയുന്ന ഒരു കണ്ണുനീരിൻ്റെ കഥയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. നമുക്ക് ഒരുപാട് ചെയ്യാം, ഒരുപാട് അദൃശ്യമായി ഒരാളും അറിയാത്ത നന്മകൾ നമ്മൾക്ക് ഒരുപാട് ചെയ്യാം. ഒരു സോഷ്യൽ മീഡിയയിലും ഇടാതെ, ഒരാളെയും അറിയിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം നമ്മൾക്ക് മാസാമാസം കൊടുക്കാം. ഏതെങ്കിലും ഒരു രോഗിയുടെ മരുന്നിൻ്റെ പൈസയെങ്കിലും നമ്മൾക്ക് ഏറ്റെടുക്കാം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് മാസം നിങ്ങൾ എത്ര ഉറുപ്പ്യക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കോട്ട് നമുക്ക് പറയാം. ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾക്ക് നിർവഹിക്കാവുന്ന മനോഹരമായ കർമ്മങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്ക് ആത്മാർത്ഥമായി കൊണ്ടൊന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ കുടുംബത്തിൽ പോലും ഭാര്യക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം, പറയണമെന്നില്ല. ഉമ്മാന്റെ പേരിൽ വാപ്പാന്റെ പേരിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും അള്ളാഹുവിനെ അത് ഹദിയ ചെയ്ത് കൊടുക്കാം. അത് ഉമ്മാനും വാപ്പാനെ അറിയിക്കണം എന്നില്ല, മക്കൾക്ക് വേണ്ടി ചെയ്യാം. ഇതൊക്കെ നാളെ പരലോകത്ത് അവർ കാണും. ഖബറിലെത്തുമ്പോൾ അവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. നാളെ പരലോകത്ത് എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഇതൊക്കെയും നിർവഹിച്ചിട്ട് അള്ളാഹുവിനെ കാണിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആരും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന മനോഹരമായ കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അമലെങ്കിലും ആ രൂപത്തിൽ ഉണ്ടാകണം. അത് ഭാര്യക്കറിയാതെ, ഭർത്താവിനറിയാതെ, മക്കൾക്കറിയാതെ, മാതാപിതാക്കൾക്കറിയാതെ അള്ളാഹു മാത്രം അറിയണമെന്ന പിടിവാശിയോടുകൂടി നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടോ, ആ കർമ്മങ്ങൾ നമ്മൾക്ക് വിളിക്കാവുന്ന പേരാണ് ഇഖ്ലാസുള്ള കർമ്മം. അത്തരം കർമ്മങ്ങൾ ജീവിതത്തിൽ അള്ളാഹു നമ്മിൽ സമ്പന്നമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടൊന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ നാട് വലിയ സങ്കീർണമായ അവസ്ഥയിൽ ചുറ്റുപാടുകൾ കടന്നു പോകുന്നു. കാലാവസ്ഥ പലയിടത്തും ശക്തമാകുന്നു. അതിൻ്റേതായ ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യരെ പിടികൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് വർഷത്തെ കിനാവുകളും സ്വപ്നങ്ങളുമൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒലിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിക്കൊണ്ട് ജീവിച്ച മനുഷ്യരുടെ സ്വപ്നങ്ങളൊക്കെയും തകർന്നടിയുന്ന നിമിഷങ്ങൾ വീഡിയോകളായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. ദുനിയാവ് നമ്മളെ വീണ്ടും 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 പഠിപ്പിക്കുന്ന വിഷയം, ഈ ദുനിയാവ് നിങ്ങളുടെ ശാശ്വതമായ ലോകമല്ല എന്നാണ്. ഇത് കാലാകാലം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒന്നല്ല എന്നാണ്. ഇത് ഏതു സമയത്തും നശിച്ചു പോകാവുന്ന ഒന്നാണ് എന്നാണ്. നമ്മൾ നമ്മുടേത് എന്ന് പറയുന്ന ഒന്നിനും ഇവിടെ അവകാശങ്ങളില്ല, സ്ഥായിയായൊരു നില ഇതിനില്ല എന്നാണ്. പല വീടുകളുടെയും മേൽക്കൂരയിലേക്ക് വെള്ളം വീഴുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. നമ്മുടെ ആരുടെയും വീടുകളൊന്നും സ്ഥിരമല്ല. ഇന്ന് നമ്മുടെ വീടാണ്, നമ്മൾ നാളെ മറ്റുള്ളവരുടെ വീടാണ്. ഇന്ന് നമ്മൾ സുരക്ഷിതരാണ്. ഒരു കുറഞ്ഞ വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നമ്മളൊക്കെ നമ്മുടെ നാടടക്കം പ്രളയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചവരാണ്. ഇപ്പം നമ്മൾ സുരക്ഷിതരാണെങ്കിൽ അതിന് ശക്കർ നമ്മൾ നന്ദി കാണിക്കണം. അപ്പോഴാണ് അള്ളാഹു ആ അവസ്ഥയെ നമ്മൾക്ക് മനോഹരമായി നിലനിർത്തി തരിക. വ്യത്യസ്തമായ നാടുകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശിക്ഷയാണ് എന്ന് പറയാൻ നമ്മൾക്കാർക്കും നിർവാഹമില്ല. അത് അവർക്കുള്ള പരീക്ഷണമായിരിക്കാം. അവിടെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ അവരുടെ പദവി ഉയർത്തുവാനുള്ള പരീക്ഷണമായിരിക്കാം.
എന്നാൽ സുരക്ഷിതരായ നമ്മൾക്കും അവിടെ പരീക്ഷണമുണ്ട്. നമ്മൾ അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്ന പരീക്ഷണം അവിടെ നമ്മളെയും പിടികൂടുന്നുണ്ട്. അവിടെ നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ നമ്മളും പരിശ്രമിക്കണം. പ്രളയം ചിലപ്പോൾ ചില മനുഷ്യരുടെ മതിലുകൾ, വീടിൻ്റെ മതിലുകളൊക്കെയും തകർക്കും. പക്ഷേ അതേ പ്രളയമാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ തമ്മിലുള്ള അകൽച്ചകളെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവും കൂടെ നമ്മൾക്കുണ്ടാകണം. എത്രയോ മനുഷ്യരിങ്ങനെ എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ പണം, എൻ്റെ സ്വത്ത്, എൻ്റെ ഭൂമി, എൻ്റെ രേഖ, എൻ്റെ മൊബൈൽ, എൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മഴ ശക്തമായി പെയ്തതോടുകൂടി ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെയായിരുന്നു എൻ്റെ വീട്, ഇതായിരുന്നു എൻ്റെ സ്വത്ത്, ഞാൻ ഇന്നലെ വരെ തർക്കിച്ചത് ഈ ഭൂമിക്ക് വേണ്ടിയായിരുന്നു, ഈ അതിരിന് വേണ്ടിയായിരുന്നു, എല്ലാം പോയി. എല്ലാം ഇല്ലാതാകാൻ നിമിഷങ്ങൾ മാത്രം മതിയാകുന്ന ഒരു ലോകത്താണ് നമ്മൾ. അവിടെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത് കൂടെയുള്ള മനുഷ്യരെ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കാനുള്ള സജ്ജീകരണങ്ങളും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മുടെ പണം സംരക്ഷിക്കുവാൻ വളരെയധികം നമ്മൾ പാടുപെടുന്ന, പരിശ്രമിക്കുന്ന അതിനേക്കാളുമൊക്കെ അപ്പുറത്ത് കൂടെയുള്ള ബന്ധങ്ങളെ സംരക്ഷിക്കുവാൻ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറിയ അയൽവാസി ഓടിയെത്തും, നമ്മുടെ സഹോദരങ്ങൾ ഓടിയെത്തും, സുരക്ഷിതമാണോ എന്നറിയാൻ ഫോൺ വിളിക്കും. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊന്നുമല്ല നമ്മളിലേക്ക് ആദ്യം ഓടി വരിക എന്ന തിരിച്ചറിവുണ്ടാകണം. സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ മാത്രമാണ് ആശ്രയം എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് കൂടെയുള്ള ബന്ധങ്ങളെ വിലമതിക്കണം. നമ്മളോട് പിണങ്ങി നിൽക്കുന്ന സഹോദരനെ ചേർത്തു പിടിക്കാനും വിളിക്കുവാനും ആ ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും പറ്റണം. മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൂടെ തുടങ്ങുന്ന ജീവിതങ്ങൾക്ക് വിജയമുണ്ടാകും, തിരിച്ചറിവുണ്ടാകണം. ഖുർആൻ ഈ ഭൂമിയിൽ ഇഹലോക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു ഗൗരവപ്പെട്ട വിഷയമുണ്ട്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവൻ. ഈ ദുനിയാവ് കളിയാണ്, വിനോദമാണ്, ഇതൊരു അലങ്കാരമാണ്, ഇത് പരസ്പരം പെരുമ കാണിക്കലാണ്, പരസ്പരം പെരുമ നടിക്കലാണ്. കമസലി ഒയ്സിൻ, ഇതൊരു മഴ പോലെയാണെന്ന് പറഞ്ഞു. ഒരു മഴ ഇങ്ങനെ പെയ്ത് ഒരു കർഷകൻ വിത്ത് പാകി, ആ വിത്ത് മുളച്ചു പൊന്തി അത് പച്ചപ്പായി, പിന്നീട് അതിലൂടെ നെൽക്കതിരുകൾ പുറത്തേക്ക് വന്ന് പിന്നെ അത് മഞ്ഞയായി, അത് ഉണങ്ങി വൈക്കോൽ തുരുമ്പായി മാറുന്ന പോലെ ഈ ദുനിയാവ് നശിച്ചു പോകും. ഇവിടെ നമ്മളാരും കാലാകാലം ജീവിക്കാൻ വേണ്ടി സ്ഥിരതാമസമായിക്കൊണ്ട് കരാറെടുത്ത് വന്ന മനുഷ്യരല്ല. നമ്മൾ ഏതു സമയത്തും അള്ളാഹുലേക്ക് യാത്ര പോകാനുള്ളവരായി. ദുനിയാവിലുടനീളമുള്ളത് അമാനത്തായിക്കൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒന്ന് എന്നാണ്. അള്ളാഹു കുറച്ചു കാലം നമ്മളെ ഏൽപ്പിച്ചു. നമ്മുടെ സമ്പത്ത് അമാനത്താണ്, നമ്മുടെ ആരോഗ്യം അമാനത്താണ്, നമ്മുടെ മക്കൾ അമാനത്താണ്, നമ്മുടെ മാതാപിതാക്കൾ അമാനത്താണ്, ഭാര്യയും ഭർത്താവും അമാനത്താണ്, വീട് അമാനത്താണ്. അമാനത്ത് എന്നതിൻ്റെ അർത്ഥം എന്നേക്കുമായി നമ്മൾ എൻ്റേത് എന്ന് പറയലല്ല, മറിച്ച് ഇത് കുറച്ചു കാലം ഞാൻ നിന്നെ ഏൽപ്പിക്കും, ഞാൻ തിരിച്ചു ചോദിക്കും, അപ്പോൾ എനിക്ക് നൽകേണ്ടി വരും. അതുകൊണ്ട് കൂടെയുള്ള ഓരോന്നിനെയും അമാനത്തായി കണ്ട് ഇതിനൊക്കെയും നാളെ പടച്ച റബ്ബിന് മുമ്പിൽ ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരുന്ന ഭാഗങ്ങളായിരിക്കുമെന്ന് ആലോചിച്ച് വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിന് മുമ്പിൽ നന്ദി കാണിക്കുന്ന ഒരു അടിമയായി നമ്മൾക്ക് മാറാൻ പറ്റണം. റസൂൽ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സംഭവം ഉണ്ടല്ലോ, 3 ഗുഹയിൽ കുടുങ്ങിയ ഘട്ടം. ആ 3 പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അവരെ ഇഖ്ലാസുള്ള കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. അവർ രക്ഷപ്പെടുന്നത് ആ കർമ്മങ്ങളുടെ തെളിമ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു പ്രാർത്ഥിക്കാൻ ആ 3 നമസ്കാരം വെച്ചും നോമ്പ് വെച്ചും ഹജ്ജ് വെച്ചൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അതൊന്നും നിസ്സാരമാണ് എന്നല്ല, അതൊക്കെ എല്ലാവരും അറിയുന്ന, എല്ലാവരും ചെയ്യുന്ന, ഇതൊന്നും അല്ലാത്തൊരു കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകണം, ഇനിയെങ്കിലും ഉണ്ടാകണം. അത് അള്ളാഹു മാത്രം, ഞാൻ അവൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ മാത്രം തുറന്നു കാണിച്ചു കൊടുക്കാൻ എടുത്തു വെച്ച ഒന്നാണ്. ഇതിലൂടെ ഞാനതൊരാളെയും അറിയിക്കൂല. എൻ്റെ ഭാര്യ പോലും ഞാൻ ഇങ്ങനൊരു നന്മ ചെയ്ത മനുഷ്യനാണ് എന്നറിയരുത്, എൻ്റെ മക്കൾ അറിയരുത്, എൻ്റെ മാതാപിതാക്കൾ അറിയരുത്, എൻ്റെ കൂടെ താങ്ങും തണലുമായി നടക്കുന്ന സുഹൃത്തുക്കൾ പോലും അറിയരുത് ഞാൻ ഇത്ര വലിയ നന്മ എന്നാൽ കഴിയുന്ന വിധം നിർവഹിക്കുന്നവനാണ് എന്ന്. ആ പിടിവാശിയാണ് ഇഖ്ലാസുൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മൾ മുഖ്ലിസീങ്ങളാവുക. അവിടെയാണ് അള്ളാഹു നമ്മൾക്ക് മനോഹരമായ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരിക. ആ ഇഖ്ലാസ് ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.